ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡിസ്പ്ലേ തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടുക്കോസ്കി നമ്മുടെ വീട് പണി നമ്മുടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയെന്ന് അറിഞ്ഞുകൊണ്ട് സെക്കൻഡ് ഫ്ലോറ് അല്ലെങ്കിൽ നമ്മുടെ ഫുൾ പണി നമ്മളിന്ന് കംപ്ലീറ്റ് ആക്കിയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലായിട്ട് പോകുന്നതിന് മുമ്പേ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്ബടിച്ച് പൊട്ടിക്കുക. നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മുടെ പന്നി ഫാമും കുറേ നാളുകൾക്ക് മുമ്പ് പന്നി ഫാമും നമ്മുടെ ഫാമുകളൊക്കെ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് ഒരു സംഭവം പണിയാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഞാൻ വരണ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇച്ചിരി പണിയുണ്ട്, നോക്കാം ഗൈസ്. നമുക്ക് ആ പണിയിലായിട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ആദ്യം ഇച്ചിരി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അതൊക്കെ ഞാൻ പയ്യെ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഉണ്ടാക്കണ ഇതൊന്നും കാണിക്കുക, ദെൻ ലോങ് ആവും. കുറച്ചൊക്കെ കാണിക്കും, വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി വരാൻ വേണ്ടിയാണ്. 4, 8, 12 ഇരിക്കട്ടെ. ഓക്കെ, ഇതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. 1, 2, 1, 2. ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനാണ്, ഡേറ്റ ഒന്നുമല്ല നമ്മൾ വെക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് 2, 1, 2, മുകളിൽ നിന്ന് 1, 2. ഇവിടുത്തെ റൂഫ് നമ്മൾ ദെൻ പൊട്ടിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കയറുന്നു ഇവിടെ. അപ്പോൾ ഒരു അതങ്ങനെ ഇരിക്കട്ടോ, ഈ സ്ഥലമല്ലേ ഇപ്പം ഇങ്ങനെയില്ലേ. ഇനി നമുക്ക് ഇച്ചിരി പണിയുണ്ട്, അത് ഞാൻ കാണിക്കാം. അത് നമ്മുടെ ഈ ഡേർട്ടൊക്കെ അങ്ങ് പൊട്ടിച്ച് കളയാം. എന്നിട്ട് ഇത്തിരി പണിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ചെയ്യണം. പക്ഷേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് താഴെയൊക്കെ വീഴും കൈസ്, അത് നമ്മൾ കാര്യമൊക്കെ അല്ല. ഇനി നമുക്ക് അവിടെ പോയിട്ട് കൊണ്ടുപോട്ടേണ്ടി വരും. അപ്പോൾ ഇത്തിരി പരിപാടികളുണ്ട്, അതങ്ങോട്ട് പോയിട്ട് വരാം ഞാൻ. ദെൻ ഈ സൈഡിൽ കൂടി പോയ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ മുമ്പിൽ നിൽക്കണ ആരാന്ന് നോക്കിയ ഗൈസ്, സോൾ ക്രീപ്പർ. ദെൻ ഇതുവഴി പോയാൽ നമ്മൾ ചാവുന്നതാണ്. എങ്കിൽ നമുക്ക് ഈ സൈഡിൽ കൂടി അങ്ങ് പോവാം. നമ്മൾ പൊട്ടിത്തെറിച്ച് ചാവാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, ഒന്നെങ്കിൽ ക്രീപ്പർ അല്ലെങ്കിൽ ഞാൻ. നമുക്കെന്തായാലും അങ്ങോട്ട് പോയി മരം വെട്ടിയിട്ട് വരാം ഗൈസ്. ഒന്നാമതേ ഇവിടെയൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്താൽ പോകണം. അതിൻ്റെ ഇടയ്ക്കുണ്ടല്ല ഈ കുഴിയും തേങ്ങൊക്കെ ഇവിടെ ആരാണ് കൊണ്ട് വെച്ചതെന്ന് പറഞ്ഞൂടെ. ഇനി നമ്മൾ അവിടം വരെ കയറി പോകണം ഗൈസ്. അവിടെ എങ്ങാണ്ടായിരുന്നു നമ്മുടെ വീട്, ചെറുതായിട്ടേ ഞാൻ കാണുള്ളൂ. നമുക്ക് എന്തായാലും പോയിട്ട് വരാം അവിടം വരെ ഗൈസ്. അവിടെ ക്രീപ്പർ നിൽക്കുകയാണ് ഗൈസ്. അതിലൂടെ അല്ലാതെ പിന്നെ നമ്മൾ റിസ്ക് എടുത്ത് പോകേണ്ടി വരും. നമുക്കാകെ ഒരു ഹാർട്ട് എങ്ങാണ്ടേ ഉള്ളു ഗൈസ്. ക്രീപ്പർ അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാവുന്നതാണ്. സൈഡ് വഴിയൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ പോകണം. നോക്കട്ടെ, ഒന്നെങ്കിൽ ക്രീപ്പർ മരിക്കും അല്ലെങ്കിൽ ഞാൻ മരിക്കും ഗൈസ്. ക്രീപ്പർ മരിക്കാൻ എന്തായാലും ചാൻസ് ഇല്ല, കാരണം ഒരു ഹാർട്ടും വെച്ചുണ്ട് പോയി ഗൈസ്. നമ്മുടെ ജൂട്ടെല്ലാം പോയി. ഇനി അവിടെ നിന്ന് പോയി എടുക്കണം. എവിടെ എങ്ങാണ്ടായിരുന്നു അവിടെ. അങ്ങോട്ട് പോകണമല്ലേ ഗൈസ്, അങ്ങോട്ട് പോകണം. എങ്ങാണ്ടായിരുന്നല്ലോ ഇവിടെ ലൂട്ട്. അവിടെയാണ്. താഴത്തങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മളുടെ മരണം ഉറപ്പാണ് ഗൈസ്. ഒറ്റ ഹാർട്ട് പോകും ഇവിടുന്ന് വേണം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചത്തത്, അല്ലെങ്കിൽ നമ്മൾ ചാവില്ലായിരുന്നു.
ഓക്കെ കയറുക. ക്രീപ്പർ നമ്മുടെ വീടിൻ്റെ അടുത്തെത്തി. പൊട്ടിക്കഴിഞ്ഞാൽ പറയുവാളും ഇവിടെ എങ്ങാണ്ടെത്തി ക്രീപ്പർ. ഒരു കാര്യം ചെയ്യാം, ഈ വീട് പണി ഫുള്ള് എന്തായാലും കംപ്ലീറ്റ് ആക്കാം, എന്നിട്ടൊക്കെ ബാക്കി നോക്കാവേ. അങ്ങനെ കുറേ പരിപാടിയൊന്നും കഴിഞ്ഞില്ല. ഞാൻ ചത്തേനെ ഇപ്പോൾ പിന്നെ അതാണ് പറയാൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരെ ഇവിടുന്ന് തടി ആടി എന്നുവെച്ചാൽ ഇവിടെ അങ്ങോട്ട് പോയി. ഞാൻ നല്ല സ്പീഡിൽ ചാടിയത് അവിടെ എങ്ങാണ്ട് പോയി വിനിയെ. ഹെൽത്ത് പിന്നെ ഞാൻ ഇച്ചിരി ഏറെ എടുത്തിട്ടാണ് കയറ്റിയത്. പണിയൊന്നും കംപ്ലീറ്റ് ആവുന്നില്ല പെട്ടെന്ന്. ഇപ്പം പഴയ പോലെ ഉഷാറില്ല ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം നോക്കാമായിരുന്നു. ഡിസൈൻ പോയി ഗൈസ്, ഡിസൈൻ. എൻ്റെ ആക്സ് പോയി, അതാണ് എനിക്ക് ഏറ്റവും സങ്കടം. അവിടെ എങ്ങാണ്ട് കിടപ്പുണ്ട്. നമുക്ക് ആക്സ് ഇല്ലാതെ ഒരു പരിപാടി നടക്കുകയില്ല. പിക്കാക്സും ആക്സും ഇച്ചിരി സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വേണ്ടാത്ത ലൂട്ടൊക്കെ കളയാം. ആദ്യം ഈ സാധനം ഇത് ഡയറക്റ്റ് അവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് കയ്യിലുള്ള സ്റ്റോൺ വുഡും വെച്ച് ഗൈസ് ഇതും കൂടി അടച്ചപ്പോളേ വെളിച്ചയില്ല. കോളില്ലെന്ന് തോന്നണം ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. ഫ്ലിൻ്റ് ഉണ്ടല്ലോ, അത് വെച്ച് ടോർച്ച് ഉണ്ടാക്കാൻ പോകല്ലേ. അത് മതി ഗൈസ്. സോംബിയൊക്കെ സ്പോണായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പണിയാവും. ഒന്ന് ടോർച്ച് ആദ്യം ഉണ്ടാക്കണം. ടോർച്ച് എങ്ങനെയായിരുന്നു ഗൈസ്? ചാർക്കോൾ വെച്ച് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റിയല്ലേ? കണ്ടോ ഇല്ല. കോൾ വേണമെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. പെട്ട് ഗൈസ്. നമുക്ക് ആക്സ് ഉണ്ടാക്കണം നമുക്കപ്പം. ആക്സ് ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി സംഭവങ്ങളൊക്കെ വേണം. അതൊക്കെ ഉണ്ട് നമ്മളായിട്ട്, ഞാൻ ഓർത്തില്ലെന്ന്. അപ്പം നമുക്ക് പോയി മരം വെട്ടിയിട്ട് വരാം. നമ്മൾ ഇച്ചിരി പണി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ വീടിൻ്റെ ലുക്ക് കേട്ടോ. ഗൈസ് എനിക്കിഷ്ടമായി കേട്ടോ. ബട്ട് വൺ പ്രോബ്ലം, നമ്മളിതുവരെ ഒരു ടോർച്ച് വച്ചില്ല. എന്താ വെച്ചാൽ ടോർച്ച് ഉണ്ടാക്കിയില്ല. പിക്കാക്സും ആക്സും പൊട്ടി. ടെൻഷൻ ഉണ്ടല്ലോ. ഓക്കെ, പക്ഷേ അൾട്രാ റിസ്ക് മൈനിങ്ങിൽ അവനെ ടോർച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. ഗൈസ് ജീവൻ പോയില്ലെന്ന് എൻ്റെ ഹാഫ് ഹെൽത്തിലായി ഇങ്ങോട്ട് വന്ന അറിയാവോ. അവിടെ നിന്ന് ഇവിടം വരെ ഞാൻ ഇത് പറയണ്ടെന്ന് അറിയൂടോ. ഒടുക്കത്തെ ടെൻഷൻ കാരണം ബീറ്റൊക്കെ 100-110 എന്തായാലും നമ്മുടെ വേണ്ട സാധനം കിട്ടി. ഇത് വാല്യബിളാണ്, അതുകൊണ്ട് ഇതിനകത്തിരിക്കട്ടെ. നമുക്ക് 2 അയൺ കിട്ടിയിട്ടുണ്ട്, അതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യാനില്ല. ഈ ഫ്ലിൻ്റ് ഇതിൻ്റെ അകത്തിരിക്കട്ടെ, ഡോർ ഇതിനകത്തിരിക്കട്ടെ, സ്റ്റോണും കോബിൾ സ്റ്റോണും ഇച്ചിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ബിൽഡ് ചെയ്യാൻ പോയില്ല, നേരം മൈൻഡ് ചെയ്യാൻ പോയാൽ ഞാൻ
എങ്ങോട്ട് എവിടം വരെ പോയെന്ന് കാണിച്ചു തരാന്തേ. നമ്മൾ വന്നപ്പോൾ ഒരു ഇച്ചിരി കോള് കണ്ടില്ലേ, ഞാൻ ചിലപ്പോൾ മരിച്ചു പോവും. അയ്യോ മൈ ഗോഡ്. പോട്ട് ഓക്കെ. ഇതപ്പോൾ അവിടെ പൊട്ടിയില്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് പൊട്ടിച്ച വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്. അവിടെ നിന്ന് ഇപ്പോൾ പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ നേരത്ത് വന്നായിരുന്നു അല്ല, നമ്മളെ വീടിൻ്റെ അടുത്ത് വന്നാൽ പൊട്ടണമെങ്കിൽ പണി വാളിയാനെ. അതുകൊണ്ടാണ് നല്ല വ്യൂ അല്ലേ ഗൈസ്. എന്തായാലും നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെന്ന്, പകുതി കഴിഞ്ഞ്. ഇച്ചിരി കൂടി കണ്ട് കഴിപ്പിക്കാം. എവിടം വരെ പോയാന്ന് ഞാൻ പറയേ. എൻ്റെ കയ്യിൽ കയറുന്നല്ലോ. ദെൻ ഇവിടെ കണ്ടായിരുന്നു വീടിൻ്റെ. പക്ഷെ ഞാൻ ബോറടിപ്പിക്കാൻ വേണ്ടി പറയണതല്ല, വീടിൻ്റെ കാര്യം കൊണ്ടാണേ. അപ്പോൾ ബോറടിക്കണമെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ. അവിടെയാണ് നമ്മളെ കോളിരുന്ന് വെച്ചത്. അവിടെ ഞാൻ ഇപ്പോൾ ക്രോസ് വെച്ചേക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ കോളിരുന്ന് വെച്ചാൽ. എത്ര ഡേറ്റ ഇവിടെ വെച്ചേക്കണമെന്ന് നോക്കി. ഇതെങ്ങനെയോ കയറി പോകുന്നതാണ്. എന്നിട്ട് പകുതി നമ്മൾ ടെൻഷൻ അടിച്ചത് അവിടെ എത്തിയപ്പോൾ അവിടെ 2 സോംബികൾ, ഒരു വില്ലേജർ സോംബി പിന്നെ ഒരു സാധാ സോംബി. അതിൻ്റെ 2 പേരുടെ കടി കൊണ്ട് എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടത്. ഈ കേവിൽ നിന്ന് കണ്ടാണ് ഇവിടുന്ന് എങ്ങാണ്ട് ഇറങ്ങി വന്നത്. എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടത്. ദെൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമുക്ക് ഇപ്പോൾ വീട് പണി എന്തായാലും കഴിഞ്ഞെന്ന് ഏകദേശം കഴിയാറായി. നമുക്ക് എന്തായാലും കഴിപ്പിക്കാം ഗൈസ് വീട് പണി. പ്രത്യേകിച്ച് ഇനി ഇതൊന്നുമില്ല ഗൈസ്. എന്തോ പറയാൻ മറന്നു. നമുക്കപ്പോൾ ഈ സ്ലാബ് ഇങ്ങനെ വെച്ചാൽ മതി. തീർന്നാലൊന്നും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലില്ല എങ്കിലും പകുതി വെച്ച് പോവാം. നമുക്ക് മുമ്പിലൊക്കെ എന്തായാലും വെക്കേണ്ടതാണ്. എന്തായാലും നമുക്ക് വെച്ച് പോവാം. ഇനി വേണമെങ്കിൽ ഇനി വുഡ് പോയി കളക്ട് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന്. ഓക്കെ, വെച്ചിട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നമ്മുടെ വീട് പണിയുടെ സ്ലാബ് ഉണ്ടല്ലോ, സ്ലാബ് കറക്റ്റായി ഫുള്ളും കംപ്ലീറ്റ് ആകാൻ വേണ്ടി നമ്മുടെ സ്ലാബ് അനുവദിച്ചില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെച്ച് അങ്ങ് കത്തിക്കാം. ഇത് കത്തിക്കാൻ പറ്റുകയാണെങ്കിൽ കത്തിക്കായിരുന്നു. ഇപ്പോൾ കത്തിക്കാനും പറ്റിയാൽ ഇനി വുഡുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. വുഡൊന്നും ഇല്ലേ. അങ്ങനെ പ്രഷർ പ്ലേറ്റൊക്കെ വെക്കണം ഗൈസ്. വേണോ വേണ്ടേ? വെക്കണേ വെക്കാം, വെക്കണ്ടെങ്കിൽ വെക്കണ്ട ഗൈസ്. നമുക്ക് ഇവന്മാർ വീണ്ടും വന്ന ഇവന്മാരെ കൊണ്ട് പ്രയോജനമുണ്ട്, പ്രയോജനം ഇല്ലാതെ. എന്തായാലും നമ്മുടെ ഈ ഫാമിൻ്റെ പണി എന്തായാലും നന്നായിട്ട് പോകുന്നുണ്ട്. ഇവന്മാർ ബ്രീഡാവണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നേ ഉണ്ട്. നാളെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. നമ്മൾ ഇച്ചിരിയും കൂടി പിടിച്ചു തരണം നോക്കാം. അവിടെ സ്കെൽട്ടൻ വന്നു കേട്ടോ. സ്കെൽട്ടൻ്റെ ചാവാത്തത് അവൻ വെയിലത്തിളങ്ങി നടന്നിട്ട് ചാവണില്ല. സ്കെൽട്ടൻ്റെയൊക്കെ ടെക്സ്ചർ പാക്ക് കണ്ട. സ്കെൽട്ടൻ നമുക്ക് അടിച്ച് കൊല്ലാൻ നോക്കിയാലോ, ബട്ട് പറ്റൂല. ഓ ഗൈസ്, ഇപ്പോൾ ഇച്ചിരി കൂടെ പ്രോയായി. ഇങ്ങനെ കിടക്കണം ഇവൻ. ഓ കണ്ട, ഇതാണ് അമ്പൊക്കെ കണ്ട, അമ്പിൻ്റെയൊക്കെ ടെക്സ്ചർ പാക്ക് കണ്ടോ. വൈബോസ്കി. ദെൻ നമുക്ക് ഇനി ചെയ്യാനുള്ളത്
ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും അവിടം പോലെ പോണേക്ക് ഭയങ്കര പാടാണ് അവിടം വരെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാനേ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു സാപ്ലിങ്ങനെ തന്നെ ഇവിടെ കൊണ്ട് നടണം, അല്ലെങ്കിൽ ശരിയാവില്ല. അവിടം വരെ പോകാനും ഇതിലെവിടെ ഇറങ്ങി പോവാം. ബട്ട് ഇങ്ങോട്ട് നേരെ താഴത്തോട്ട് കുഴിയാണ്. ഇങ്ങോട്ടങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ കയറാൻ തന്നെ പാടാം. ഇവിടെ അടുത്ത് ലാവേണ്ടല്ലോ ഗൈസ്. ഇത് നോക്കി വെച്ചോ, ഇവിടെ നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. ഇനി വരാൻ പോണ എപ്പിസോഡിൽ നമുക്ക് ഈ ലാവ ആവശ്യം വന്നിരിക്കും. കാരണം ബ്ലോക്ക് നമ്മൾ ഏറി വെച്ച് അതാണ് നമ്മളെ പ്രത്യേകത. അതെ, നമ്മുടെ വീടിൻ്റെ പണി അത്യാവശ്യം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് നിർത്താൻ കേസ്. എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.